നമസ്കാരം, ഞാൻ രജനീഷ്. മാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാലിയുടെ കസ്റ്റമൈസേഷൻ ക്യാപ്പബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടാലിയിൽ ബൈ ഡിഫോൾട്ട് അത്യാവശ്യം എല്ലാ ബിസിനസ്സിന് വേണ്ട ഫീച്ചേഴ്സും റിപ്പോർട്ട്സും അവൈലബിൾ ആണ്. പക്ഷേ ചില നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് ആ സെഗ്മെൻറ്റിന് വേണ്ട രീതിയിൽ ചില അഡീഷണൽ റിപ്പോർട്ട്സ് ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഓണറുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും റിപ്പോർട്ടിൻ്റെ സ്റ്റൈലുകൾ മാറ്റം വരാറുണ്ട്. അത്തരത്തിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ ആ ഒരു കസ്റ്റമർക്ക് മാത്രമായി അഡീഷണൽ പ്രോഗ്രാം ചെയ്ത് ടാലിയിൽ ആഡ് ചെയ്യുക ചെയ്യാറ്. അത്തരത്തിലൊരു കസ്റ്റമൈസേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സെയിൽസ്മാനെ ക്രിയേറ്റ് ചെയ്യുക, സെയിൽസ്മാൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ഇൻസെൻറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട്, സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഐറ്റം വൈസ് ആയിരിക്കാം, ഗ്രൂപ്പ് വൈസ് ആയിരിക്കാം. ക്യാഷ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ, ലാൻഡിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ക്രെഡിറ്റ് ഫോളോ അപ്പ് ചെയ്യാൻ, SMS അയക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻ. അതുപോലെ രണ്ട് യൂണിറ്റിൽ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബോക്സിലും നമ്പേഴ്സിലും ബില്ല് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ടൈൽസ് വയ്ക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് 2 യൂണിറ്റിൽ ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു മൊഡ്യൂളായിട്ട് ചെയ്തു വെച്ചുള്ളൊരു കസ്റ്റമൈസേഷനാണെന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ടാലിയുടെ ഡെവലപ്പർ. അതിൽ നമ്മൾ ചെയ്തുള്ള കോഡ്, ഇപ്പോൾ ഈ കസ്റ്റമൈസേഷനിൽ എന്തൊക്കെ കോഡാണ് ഉപയോഗിച്ചതെന്നാണ് ഇവിടെ ലിസ്റ്റിൽ കാണിക്കുന്നത്. ഇവിടെ അതിൻ്റെ എല്ലാ ലിസ്റ്റും ഉണ്ട്. ഇപ്പുറത്തെ ആ ഫയലിൽ എഴുതിയുള്ള കോഡുകൾ വിസിബിളാണ്. ഇതിനെ നമ്മൾ കമ്പൈൽ ചെയ്ത് ഒറ്റ പ്രൊജക്റ്റായിട്ട് ഒരു TCP ഫയലായിട്ടാണ് നമ്മൾ ടാലിയിൽ ആഡ് ചെയ്യുക. നമ്മൾ ടാലിയിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ആ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ റിപ്പോർട്ട്സ് കയറിയിട്ടുണ്ട്, എക്സ്ട്രാ മാസ്റ്റർ കയറിയിട്ടുണ്ട്, ക്രെഡിറ്റ് ഫോളോ അപ്പ്, മൊബൈൽ സെർച്ച് എന്ന് പറഞ്ഞിട്ട് 2-3 ബട്ടൺസ് കയറിയിട്ടുണ്ട്. ഗോ ടുവിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ സെയിൽസ്മാൻ റിപ്പോർട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യത്തിലാണ് നമ്മൾ കസ്റ്റമൈസേഷൻ വഴി ഒറ്റ ലുക്കിൽ ടാലിയിൽ മാറ്റം നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ഓരോന്ന് നമുക്ക് നോക്കിയാവും. എക്സ്ട്രാ മാസ്റ്ററിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ സെയിൽസ്മാനെ ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ്മാനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാനും കമ്മീഷൻ സെറ്റ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ബേസിലാണ് അവരുടെ സെയിൽസ്മാൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ആവുക. പേയ്മെൻറ്റ് ടൈംസ് ആണ്. പേയ്മെൻറ്റ് ടൈംസ് ഓരോ തവണയും എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ടൈംസ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്താൽ മതി. അതിനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മാസ്റ്ററിൻ്റെ ഉള്ളിൽ, ഐറ്റം മാസ്റ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റിന് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഒരു സ്റ്റൈൽ എത്ര സ്ക്വയർ ഫീറ്റാണ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. വെയിറ്റ് പല റിപ്പോർട്ടിന് ബേസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. കോംബോ സെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഐറ്റത്തിനോടൊപ്പം എന്തെങ്കിലും ഐറ്റംസ് കൂടെ ബില്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻസെൻറ്റീവ് കാൽക്കുലേഷൻ, നോർമൽ ഇൻസെൻറ്റീവും അതുപോലെ തന്നെ കോംബോ ഇൻസെൻറ്റീവ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. കോംബോ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 2-3 ഐറ്റംസിന് കൂടിയിട്ടായിരിക്കും ഇൻസെൻറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. നോർമൽ വെച്ചാൽ ഈച്ച് ഐറ്റത്തിന് വേണ്ടി മാത്രം. ഇതൊക്കെ ആസ് പെർ റിക്വയർമെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈസ് ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡിഫോൾട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ബില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഉണ്ടെങ്കിൽ റിസീവ്ഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അഡ്വാൻസ് റിസീവ്ഡ് എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്ക് ബില്ല് ചെയ്യുമ്പോൾ ആ ബില്ലിനോടൊപ്പം തന്നെ അതിൻ്റെ അഡ്വാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഞാനൊരു സുഗേഴ്സ് പറഞ്ഞൊരു പാർട്ടിക്ക് ഞാൻ ബില്ല് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഞാൻ റീറ്റെയിൽ പ്രൈസ് ഇട്ടു, ബില്ലിങ് ഇവിടെ ഇൻഡിക്കേഷൻ വന്നു. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇതിൽ കോംബോ ഐറ്റായ കാരണം ഇതിനോടൊപ്പം മറ്റ് ഐറ്റംസ് ബില്ല് ചെയ്യണമെന്നുള്ള ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഓർഡർ ഒന്നുമില്ല. ബോക്സിൽ നമുക്ക് ബില്ല് ചെയ്യണം, നമ്പറിൽ വേണം, നമ്പറിൽ ബില്ല് ചെയ്യാം. രണ്ടിനും റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്ത റീറ്റെയിൽ പ്രൈസ് വന്നിട്ടുണ്ട്. റീറ്റെയിൽ പ്രൈസ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലസ് ടാക്സ് ആണ്. വേണമെങ്കിൽ ഇൻക്ലൂഡഡ് ആക്കണമെങ്കിൽ നമുക്കിവിടെ മാനുവലായിട്ട് എൻ്റർ ചെയ്യണം ഫസ്റ്റ്. പക്ഷേ ഐറ്റത്തിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡഡ് വരാം. കസ്റ്റമർ റിക്വയർമെൻറ്റ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2500 നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റേറ്റ് ഇൻക്ലൂഡഡ് ടാക്സ് ആയിട്ട് വരും. നമ്മൾ മാറ്റം വരും. ഇങ്ങനെ ബില്ല് ചെയ്യാം. ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റിൽ ഇവിടെ നമ്മളോട് ചോദിക്കും ക്യാഷ് അഡ്വാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 30,000 രൂപയാണ് ബില്ല് വന്നിട്ടുള്ളത്. 10,000 രൂപ അഡ്വാൻസ് തന്നവർ ബാക്കി ഡെലിവറിയുടെ ഒപ്പം കൊടുക്കാമെന്ന് പറഞ്ഞു. സെയിൽസ്മാനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് സെയിൽസ്മാൻ 1 ആണ്. എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇൻവോയ്സിൻ്റെ പ്രിവ്യൂ. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ ലോഗോ പ്രിന്റ് വരും. അടുത്തത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ പാക്കിംഗ് ലിസ്റ്റ് വരും. ലോഡ് ചെയ്യാനുള്ളത് ലോഡിംഗ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ഐറ്റംസും ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ അഡ്വാൻസ് ലോൺ റെസീറ്റ് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് നമ്മളൊന്ന് ചോദിക്കുന്നു മാത്രമല്ല, യെസ് കൊടുക്കാം. ഇനി നമുക്ക് ആ ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കാം. ലെഡ്ജർ വോച്ചർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 30,000 വരെ ബില്ല് പോസ്റ്റായി. അതിനോടൊപ്പം തന്നെ 10,000 റെസീറ്റ് പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപ ബാലൻസ്. മുന്നിൽ SMS സെൻഡ് ചെയ്തുള്ള പാർട്ടിയാണ്. അപ്പോൾ SMS സെൻഡ് എന്നുള്ളൊരു ഫ്ലാഗ് വരും. നമുക്കിവിടെ ക്ലിക്ക് സെൻഡ് SMS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീസെൻഡ് ചെയ്യണമെങ്കിൽ റീസെൻഡ് ചെയ്യാം. ഇത് SMS സെൻഡ് ചെയ്തുള്ളതാണ്. പിന്നെ പർച്ചേസിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലാൻഡിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പർച്ചേസ് ബില്ല് പെടാതെ കുറച്ച് എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് വരാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഐറ്റത്തിൽ അലോക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുലയുടെ ബേസിൽ ലാൻഡിങ് കോസ്റ്റ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിന് ഒരു ഐറ്റത്തിന് എത്രയാണ് കോസ്റ്റ് വന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇത് അറിയാൻ മാത്രമല്ല ഇത് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. ഐറ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് അതിവിടെ കാണിക്കുകയും ചെയ്യും. സ്റ്റോക്ക് ക്വറിയിൽ അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. അതായത് നമുക്ക് ഈ ലാൻഡിങ് കോസ്റ്റിൻ്റെ ബേസിൽ റിപ്പോർട്ട് എടുക്കാനും കഴിയും. ഇത് റിപ്പോർട്ട്സ് ആണ്. എക്സ്ട്രാ റിപ്പോർട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ സെയിൽസ്മാൻ്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞ ടാർഗറ്റിനും ബേസിൽ പിന്നെ സെയിൽസ്മാൻ്റെ സെയിൽസ് എത്രയാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. അവിടെ ഫിൽറ്റർ ചെയ്യാം. ഒരു സെയിൽസ്മാനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ ആ സെയിൽസ്മാൻ്റെ സെയിൽസ് മാത്രം നമുക്ക് കിട്ടും. സെയിൽസ്മാൻ
സെയിൽസ്മാൻ്റെ ഏജിംഗ് ആണ്, അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഈച്ച് പാർട്ടിയുടെ ബേസിൽ എത്ര നാളായി പെൻഡിങ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് സെയിൽസ്മാൻ വൈസ് തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സെയിൽസ്മാൻ റിസീവബിൾ ആണ്, ഏജിങ് ടോട്ടൽ ബില്ലുകൾ, ഒരു സെയിൽസ്മാൻ്റെ കയ്യിൽ എത്ര ബില്ലുകൾ കിട്ടാനുണ്ടെന്നിട്ട്, മറ്റേ ടോട്ടൽ എമൗണ്ട് ആണ് കിട്ടുക, ഇവിടെ ബില്ല് വൈസ് അത് കിട്ടും എന്നുള്ളത് മാത്രം മാറ്റം. സ്പോട്ട് ഇൻസെൻറ്റീവ് നേരത്തെ കൊടുത്ത ക്രൈറ്റീരിയ പ്രകാരം സ്പെഷ്യൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ സ്പോട്ട് ഇൻസെൻറ്റീവ് ആണ്. ഇത് ഐറ്റം വൈസ് ഉള്ളതാണ്, ഇത് ഗ്രൂപ്പ് വൈസ് ഉള്ളതാണ്. അപ്പോൾ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയി തന്നെ കിട്ടും. ഇതും നമുക്ക് സെയിൽസ്മാൻ ബേസിൽ ഫിൽറ്റർ ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കാൻ കഴിയും. ഇനി ഇവിടെ നമുക്ക് മൊബൈൽ സെർച്ച്, മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും. അതിനുള്ള ഓപ്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്യാഷ്, ഇത് രണ്ടും ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് ചെയ്തത് പെട്ടെന്ന് നമുക്ക് ഈ മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ ടാലിയിൽ ബുദ്ധിമുട്ടാണ് ഡിഫോൾട്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്ത കസ്റ്റമൈസേഷൻ ആണ്. അതുപോലെ തന്നെ സെയിൽ ബില്ല് അടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, ബില്ല് അടിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് എന്ന് കാണിക്കില്ല. സ്റ്റോക്കുള്ള ഐറ്റംസ് മാത്രമേ ലിസ്റ്റ് വരുള്ളൂ, സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റംസ് ലിസ്റ്റിൽ വരില്ല. അത് നമ്മൾ ഒരു കൺട്രോൾ കൊണ്ടുവന്നുള്ളതാണ്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷേ നെഗറ്റീവ് ഉള്ള ഐറ്റംസ് നമ്മൾ ബില്ല് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് എൻ്റർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് സ്റ്റോക്ക് ബില്ല് ചെയ്യാൻ കഴിയില്ല. ക്രെഡിറ്റ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഉള്ള പാർട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് പാർട്ടീനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് SMS സെൻഡ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ആയി പറഞ്ഞിട്ടുള്ള SMS അവർക്ക് പോകും. യൂസർ വൈസ് നമുക്ക് കൺട്രോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ കോഡോണിൻ്റെ ഒരു യൂസർ ഉണ്ട്. കോഡോൺ യൂസർക്ക് അയാൾക്ക് വേണ്ട കാര്യത്തിൽ മാത്രമേ ഈ സ്ക്രീനിലുള്ളൂ. നമ്മൾ ഈ സ്ക്രീനിൽ ഡിലീറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യത്തിൽ മാത്രമായിട്ട് ഒതുക്കി. അതുപോലെ വേറൊരു ബില്ലിംഗ് യൂസർ ഉണ്ട്, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ, ബില്ലിങ്ങിന് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഇവിടെ വിസിബിളുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ യൂസർ മെനൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വീണ്ടും ഉണ്ട് ഇതിൽ. നമ്മൾ ചെറിയ ടൈമിനുള്ളിൽ നമ്മൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമല്ല. ഡീറ്റെയിൽ ഡെമോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. നാട്ടിലെ കോൺടാക്ട് നമ്പർ, നാട്ടിൽ മാസ് എന്ന കമ്പനി, ഗൾഫിലാണെങ്കിൽ കമ്പ്യൂട്ടർ പോയിന്റ് എന്നുള്ള കമ്പനി ഉണ്ട്. ഈ രണ്ട് കമ്പനിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡെമോ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ റിക്വയർമെന്റ് ആണെങ്കിലും കസ്റ്റമൈസേഷൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് റിക്വയർമെന്റ് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഡെമോ ഓപ്ഷൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ടാലി റിലേറ്റ് ചെയ്ത് എന്ത് കാര്യത്തിനും, ടാലി സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ടിനോ കസ്റ്റമൈസേഷനോ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാലി റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാനും ടാലി റിലേറ്റഡ് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങളെ ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.